അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോഴിക്കോട് നോർത്ത് ജില്ല വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ജാലകം ഈ മഴ തിമിർത്തു പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും വീടുകളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നു. വെറുതെ സമയവും അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗവും ആരോഗ്യവുമൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളോടൊത്തിരുന്ന് സ്നേഹത്തോടുകൂടെ ഒരു ഗ്ലാസ് സുലൈമാനിയും അല്പം മിച്ചറുമായൊക്കെ ഇങ്ങനെ ഇരുന്ന് സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങൾ പോലെ നിങ്ങൾക്ക് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ജാലകം എന്ന് പറയുന്ന ക്യാമ്പ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരണം, ഒരുമിച്ചിരിക്കാൻ. എന്തിനെന്ന ചോദ്യത്തിന് ഈ ജീവിതം അവസാനിച്ച് മറ്റൊരു ജീവിതമുണ്ട് നമുക്കറിയാം. അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ ബാക്കിയാക്കുന്ന പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെ ബാക്കി വെക്കണം. ജീവിതത്തിൽ എവിടെയോ ചില സന്ദർഭങ്ങളിലൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കൂട്ടുകാർക്കൊപ്പം ജീവിച്ചപ്പോൾ, സ്കൂൾ തലത്തിലൊക്കെ ഓടിയപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ജാലകം ക്യാമ്പ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പരിസരത്തു നിന്നാണ് ഇടക്കാലത്ത് ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പടച്ചവനിലേക്ക് യാത്രയായത്. ഓർക്കുക, ഷഹബാസിനെ പോലെ യാത്രയാകാനിരിക്കുന്നവരാണ് നമ്മളൊക്കെ. പോകുമ്പോൾ സമാധാനത്തോടു കൂടെ പോകാൻ കഴിയുമോ എന്നും കഴിഞ്ഞ ജീവിതം അത് നന്മകൾ കൊണ്ട് സമ്പന്നമാണോ എന്നൊക്കെ ആലോചിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായി ഈ ജാലകം ക്യാമ്പിനെ കാണണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഒരേ പ്രായത്തിലുള്ളവരുടെ ഒരു വൈബ് അത് നമുക്കവിടെ ഉണ്ടാക്കാൻ കഴിയും. അത് ജീവിതകാലം മുഴുവൻ, ഈ ജീവിതം നമ്മുടേത് അവസാനിച്ചാലും അടുത്ത ഒരു കാലത്തേക്കും ഉപകരിക്കുന്ന ചില നല്ല ബന്ധങ്ങളും ഒരുപാട് നന്മകളും പുതിയ കുറച്ച് തീരുമാനങ്ങളുമൊക്കെയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ വൈബിനൊപ്പം നിങ്ങളുണ്ടാകണം. മഴ പേമാരി കണക്കെ പെയ്യുമ്പോൾ അറിവിൻ്റെ പുതിയ വാതായനങ്ങളും നല്ല അനുഭവങ്ങളും ജാലകങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.